എല്ലാവർക്കും നമസ്കാരം. ഈ ഗ്രൂപ്പ് ഏതാണെന്ന് പോലും എല്ലാവരും മറന്നു കാണും. ചിലവർ ഇതിൽ നിന്ന് എക്സിറ്റായി കാണും. ഏതായാലും SBIയിൽ നിന്നും ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മെസ്സേജ് ഒന്ന് ഇവിടെ ഇൻഫോർമേഷൻ തരാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു മെസ്സേജ് ഞാൻ ഇവിടെ അയക്കുന്നത്. ഞാനും ഇപ്പോൾ SBIയിൽ ഇല്ല, ആ ഗ്രൂപ്പിലുണ്ട് എന്നേ ഉള്ളൂ, വോയിസ് ഒന്നും കേൾക്കാറില്ല. പക്ഷേ റീഫണ്ടിനെ കുറിച്ച് SBI പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവർക്കും അറിയിച്ചിട്ടുണ്ട്. ആ ഒരു ഇൻഫർമേഷൻ ഈ ഒരു ഗ്രൂപ്പിലൂടെ അറിയിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. റീഫണ്ടിനെ കുറിച്ച് SBI പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു 4 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരും ഈ മെസ്സേജ് കാണുക. കാരണം എനിക്ക് വീഡിയോ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഒത്തിരി പേര് റീഫണ്ടിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അവർക്കൊന്നും റീഫണ്ട് വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇതിൽ പറയുന്ന 4 കാര്യങ്ങൾ. നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം അവിടെ പോർട്ടലിൽ ഒരു ഡിസ്പ്ലേ കാണും, അതായത് ഒരു ഫോമാണ് കാണുക. ഇനി ലോഗിൻ ID മറന്നുപോയി എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ലോഗിൻ ID ഓർമ്മയുണ്ടാവണം, നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ലോഗിൻ ID ഓർമ്മയില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്താലും മതി. അതിനുശേഷം പാസ്വേഡ് ഇട്ടാലും അത് ലോഗിൻ ആവും. അതല്ലെങ്കിൽ അവിടെ ഫർഗാട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അതിലൂടെ പോയിട്ട് റിക്കവർ ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു SBI പോർട്ടലിൽ എന്താണോ ഇമെയിൽ ID കൊടുത്തത് അതിലെവിടെയെങ്കിലും നിങ്ങളുടെ സ്റ്റാഫ് ID അവിടെ കാണും. ആ സ്റ്റാഫ് ID എടുത്തിട്ട് ഫർഗോട്ട് പാസ്വേഡ് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കാം. ഈ മെസ്സേജ് SBIയുടെ തമിഴ് ഗ്രൂപ്പിൽ വന്നത് 22/7/26 അപ്പോൾ അവർ പറഞ്ഞത് ഇന്നേ ദിവസം നോക്കണ്ട, ഒരു ദിവസമോ 2 ദിവസമോ കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്ത് നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇതേ തീയതി, അതായത് ഇന്ന് 23 തീയതി, ഞാനിപ്പോൾ ലോഗിൻ ചെയ്ത് നോക്കിയാലും എനേബിൾ ആയിരുന്നില്ല. ലോഗിൻ ചെയ്താൽ ഇങ്ങനെയാണ് കാണിക്കുക. നിങ്ങളിപ്പോൾ ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൈൻഡ്ലി ഫോളോ യുവർ മെയിൽ ഇൻസ്ട്രക്ഷൻ പ്രോപ്പർലി എന്നാണ് കാണിക്കുക. കാരണം അവരെന്നും എനേബിൾ ചെയ്തിട്ടില്ല. അതായത് ഇന്ന് നാളെയായിട്ട്, അതായത് 23 തീയതി അല്ലെങ്കിൽ 24 തീയതി അല്ലെങ്കിൽ 25 തീയതി ഏതൊരു കണ്ടീഷനിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എപ്പോഴാണോ എനേബിൾ ചെയ്യാമെന്നറിയില്ല. എനേബിൾ ചെയ്തതിന് ശേഷം ഒരു മെസ്സേജും കൂടി ഇടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഫോം വന്നിട്ടുണ്ടാവും. അതായത് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യാനുള്ളതാണ്. ഈ ഒരു ഓപ്ഷനെ കുറിച്ച് പറയുന്നത്, ഞങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തത് തന്നെയാണ്. പക്ഷേങ്കിൽ ഒത്തിരി പേര് അവിടെ കമ്പനിക്ക് മെയിൽ അയച്ചിട്ടൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഴയ ബാങ്കുകളൊന്നും നിലവിൽ ഞങ്ങൾ വെച്ചിട്ടില്ല. കാരണം ഇത് ഒത്തിരി വർഷമായല്ലോ ഓരോരുത്തർ ചെയ്തിട്ട്. അപ്പോൾ ഒത്തിരി പേര് അവർ നിലവിൽ നൽകിയ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നില്ല. അതായത് EMIയും ഒത്തിരി കാര്യങ്ങളും ഓരോരുത്തരുടെ അക്കൗണ്ടിലുള്ളത് കൊണ്ട് ഓരോരുത്തർ ആ അക്കൗണ്ട് ഉപേക്ഷിച്ചിരിക്കുക, അത് വേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനാൽ SBIക്ക് ഒത്തിരി പേര് മെയിൽ അയച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബാങ്ക് ID വേറെയാണ്, ബാങ്ക് നമ്പർ വേറെയാണ്, നിലവിൽ കൊടുത്ത ബാങ്ക് പറ്റത്തില്ല, അത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തതിനാൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് റീഫണ്ടിന് വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് SBI ചെയ്യുന്നത് അവരവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാരണം ഒത്തിരി തവണ ഇതൊക്കെ പറഞ്ഞ കാര്യമാണ്. കൂടെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മടുത്തുപോയ കാര്യമാണ്. അതുകൊണ്ട് ഇതിലാരും താല്പര്യപ്പെടുന്നില്ല. എന്നാലും റീഫണ്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇത് ചെയ്തോളൂ, മറ്റുള്ളവർ വിട്ടേക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാവരോടും ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, റീഫണ്ട് വേണ്ടുന്നവർ, റീഫണ്ട് റിക്വസ്റ്റ് കൊടുത്തവർ മാത്രം. ഓക്കെ, മറ്റുള്ളവരുടെ അക്കൗണ്ട് സസ്പെൻഡ് ആയവർ, അക്കൗണ്ട് വർക്ക് ചെയ്യാത്തവർ, ഇതൊന്നും നടക്കത്തില്ല. ജസ്റ്റ് റീഫണ്ട് റിക്വസ്റ്റ് കൊടുത്തവർക്ക് വേണ്ടി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ലോഗിൻ ചെയ്താൽ അവിടെ ബാങ്കിൻ്റെ ഒരു ഫോമാണ് കാണുക. ആ ഫോം ഫില്ലപ്പ് ചെയ്യുക. അതിൽ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഒത്തിരി അവിടെ ഉണ്ടാവും. IFSC കോഡ്, പിന്നെ പാൻ നമ്പർ, അത് ഇതൊക്കെ ഉണ്ടാവും, ആ ഫോമിൽ തന്നെ ഉണ്ടാവും. അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് 3 തവണ ചെയ്യാൻ പറ്റും. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മാറ്റി ചെയ്യാം. 3 തവണ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതും തെറ്റാതെ തന്നെ ചെയ്യുക. ഇനി എനേബിൾ ആയിരുന്നില്ല, ആയതിനു ശേഷം ഒരു മെസ്സേജും കൂടി ഇടും. അപ്പം ഞാൻ അതിൽ ഡിസ്പ്ലേ തന്നെ കാണിക്കാം എങ്ങനെയാണ് ചെയ്തു തരേണ്ടത് എന്ന്. ഒരു കാര്യം കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്, പേയ്മെൻറ്റ് വന്നതിന് ശേഷം പേയ്മെൻറ്റ് പ്രൂഫ് ഉണ്ടല്ലോ, അത് അവിടെ തന്നെ അപ്ലോഡ് ചെയ്യുകയും വേണം. അപ്ലോഡ് ചെയ്യാനും അവിടെ ഓപ്ഷൻ വരും. ആ ഓപ്ഷനിൽ പോയിട്ട് പേയ്മെൻറ്റ് പ്രൂഫ് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഒരുമിച്ച് അവിടെ ഏത് പേയ്മെൻ്റ് ആണോ, റീഫണ്ട് ആണെങ്കിൽ റീഫണ്ട് എന്ന് എഴുതുക. റീഫണ്ട് എന്ന് അവിടെ കാണിക്കും, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതല്ലെങ്കിൽ കാണിക്കാൻ ഓപ്ഷൻ വന്നില്ലെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്താൽ മതി. അത് എങ്ങനെയാണെന്ന് വന്നതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, ഏതായാലും ഈ ഒരു വീഡിയോ എല്ലാവരും കാണുക.
എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതേ ചാനലിൽ തന്നെ കമൻറ്റ് ബോക്സ് താഴെയുണ്ട്. ആ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഞാനത് നോക്കിയിട്ട് ഗ്രൂപ്പിൽ തന്നെ മറുപടി തരുന്നതാണ്. താങ്ക് യു.